ദാരിദ്ര്യം വരുന്ന ധാരാളം രൂപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തന്നെ കാരണമായി ഉണ്ടാവാറുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടുന്നതായി നമുക്ക് കാണാം. പ്രിയം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില മിസ്റ്റേക്കുകളുണ്ട്. ആ മിസ്റ്റേക്സുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ സുഗമമായ സഞ്ചാരത്തെ ബാധിക്കുന്ന തരത്തിലാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. ചുരുക്കി പറയുകയാണെങ്കിൽ, ദാരിദ്ര്യം വരുന്ന ധാരാളം രൂപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തന്നെ കാരണമായി ഉണ്ടാവാറുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടുന്നതായി നമുക്ക് കാണാം. ഈ 28 കാര്യങ്ങളെ മഹാനാകുന്ന ഇമാം സർനൂജി റളിയല്ലാഹു തആല അൻഹു കൃത്യമായി പറയുന്നുണ്ട്. അല്പം നമുക്ക് പറയാം, നാഥൻ തുണക്കുമാറാകട്ടെ. ഒന്ന്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതായി കാണാം, വ ഇന്നർ റജുല ലയുഹറമു റിസ്ഖ ബിദ്ദംബി യുസീബുഹു. ഒരു മനുഷ്യൻ അവൻ ചെയ്യുന്ന പാപങ്ങൾ കാരണമായി അവന് ലഭിച്ചേക്കാവുന്ന അനുഗ്രഹങ്ങളെ, റിസ്ഖുകളെ, അവന് ലഭിക്കേണ്ട എല്ലാ നന്മകളെയും റിസ്ഖ് എന്ന കാറ്റഗറി നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അതെല്ലാം അവന് നഷ്ടപ്പെടുമെന്ന്, അവൻ ചെയ്യുന്ന ദോഷങ്ങൾ കാരണമായി മുഴുവനും അവനിൽ നഷ്ടമാകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതായി പറയുന്നത്, ഉറങ്ങുന്ന സമയം വസ്ത്രമില്ലാത്ത രൂപത്തിൽ കിടന്നുറങ്ങുക. 3, മൂത്രിക്കുന്ന സമയം അതും വസ്ത്രമില്ലാതെ വിവസ്ത്രനായ നിലക്ക് നിർവഹിക്കുക. 4, വലിയ അശുദ്ധിക്കാരനായിരിക്കെ ഭക്ഷണം കഴിക്കലാണ്. 5, ചാരി ഇരുന്നു കൊണ്ടുള്ള ഭക്ഷണ രീതിയാണ്. 6, വത്തഹാവുനു ബിസുഖാത്തിൽ മാഇദത്തി. ഭക്ഷണത്തളികയിൽ നിന്നും നാം ഭക്ഷിച്ചു കൊണ്ടിരിക്കവേ താഴെ വീഴുന്ന ഭക്ഷണത്തിലെ നമ്മുടെ അശ്രദ്ധകൾ, ഭക്ഷണത്തിൽ നിന്നും നാം കഴിക്കുമ്പോൾ പുറത്തേക്ക് പോകുന്ന വറ്റുകളെ, ബാക്കിയുള്ള എന്തുമാകട്ടെ, അതിനെ നിസ്സാരമായി കാണുന്ന ഒരു രീതി, സ്വഭാവം നമ്മിലുണ്ടെങ്കിൽ അത് നമുക്ക് വലിയ രൂപത്തിൽ ബറക്കത്ത് കുറഞ്ഞ് ദാരിദ്ര്യത്തെ ഉണ്ടാക്കുമെന്നാണ് മഹത്തുക്കളായ അഇമ്മത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. 7, ഹർഖു ഖിശ്രിൽ ബസ്വലി. ഓനിയൻ, അതായത് വലിയ ഉള്ളി, അതിൻ്റെ തോല് കത്തിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വസ്സൂമി എന്നാണ് വേണ്ടത്. ഗാർലിക്, വെളുത്തുള്ളി, അതിൻ്റെയും തോലുകളെ കത്തിക്കാൻ പാടില്ല. അതും ദാരിദ്ര്യം നമുക്കുണ്ടാക്കും. പിന്നെ പറയുന്നത്, രാത്രിയിൽ വീടടിച്ചു വാരുക എന്നുള്ളതാണ്. പിന്നെ പറയുന്നു, വതർക്കുൽ ഖുമാമത്തി ഫിൽ ബൈത്തി. വീട്ടിൽ വേസ്റ്റിനെ, ഒരു ഗാർബേജ് നമ്മളിങ്ങനെ നമ്മൾ അടിച്ചു വാരി കൂട്ടുക, അല്ലെങ്കിൽ വേസ്റ്റ് ബാസ്ക്കറ്റിൽ അങ്ങനെ കിടക്കുക ദിവസങ്ങളോളം, ആ രൂപം നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ ബറക്കത്ത് ഉണ്ടാവില്ല, റഹ്മത്ത് കുറയുമെന്നാണ്. വൽ മഷീ ഖുദ്ദാമൽ അബവൈൻ. അള്ളാഹ് വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം, മാതാപിതാക്കളുടെ മുന്നിലൂടെ നടത്തം പാടില്ല. വൽ മശായിഖി, ഗുരുനാഥന്മാരുടെ, മഹത്തുക്കളായ ആളുകളുടെ മുന്നിൽ നമ്മൾ നടക്കാൻ പാടില്ല. അവരുടെ പിന്നിൽ നടക്കലാണ് അഭികാമ്യം. ബറക്കത്ത് മുന്നിൽ നടക്കൽ അത് അഭികാമ്യമല്ല, ബറക്കത്ത് ഇല്ലാതെയാകാൻ കാരണമാകും എന്നുള്ളതാണ്. വനിദാഉഹുമാ ബി അസ്മാഇഹിമ. മാതാപിതാക്കളെയും ഉസ്താദുമാരെയും ഗുരുനാഥന്മാരെയും അവരുടെ പേര് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യൽ പാടില്ലാത്തതു തന്നെ. വൽ ഖിലാലു ബി കുല്ലി ഖശിരിൻ. ഉരയുള്ള വസ്തുക്കളെ കൊണ്ട്, ടൂത്ത് പിക്സുകളെ കൊണ്ടൊക്കെ നമ്മൾ നമ്മുടെ പല്ലുകൾക്കിടയിൽ വൃത്തിയാക്കാറുണ്ട്. അത് ദാരിദ്ര്യം വരുത്തും. അതേസമയത്ത് പുതിയ കാലത്തെ ഡെന്റിസ്റ്റുകളൊക്കെ, പല്ല് വിദഗ്ധ ഡോക്ടർമാരൊക്കെ പറയുന്നത് പോലെ ഫ്ലോസിങ് ചെയ്യാം. നമ്മുടെ നൂലുപയോഗിച്ചുകൊണ്ട് ഫ്ലോസിങ് നമുക്ക് ചെയ്യാം. അതേസമയം പരുപരുത്ത മെറ്റീരിയൽസ് കൊണ്ട്, കയ്യിൽ കിട്ടുന്നത് കൊണ്ടൊക്കെ പല്ല് തോണ്ടുന്നൊരു രൂപം, അത് പാടില്ല. അത് നമുക്ക് ഹെൽത്തിനും കേടാണ്, ബറക്കത്ത് കുറയാനും കാരണമാകുമെന്ന് അഇമ്മത്ത് പഠിപ്പിക്കുന്നുണ്ട്. വസ്ലുൽ യദൈനി ബി തീനി വ തുറാബി. കളിമണ്ണ് കൊണ്ട്, അതായത് ചളിമണ്ണ് കൊണ്ടും അതുപോലെ തന്നെ മണ്ണ് കൊണ്ടും കൈകളെ കഴുകുക, അത് പാടില്ല. പിന്നെ പറയുന്നത്, ഉമ്മറപ്പടിയുടെ മുകളിൽ ഇരിക്കലാണ്. വൽ ഇത്തിക്കാഉ അല അഹദി സൗജയിൽ ബാബി. അതുപോലെ തന്നെ വീടിൻ്റെ നമ്മുടെ വാതിലിൻ്റെ 2 പാർശ്വഭാഗങ്ങൾ, കട്ടില എന്നൊക്കെ പറയൂലേ, അതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ മുകളിലേക്ക് ചാരിയിരിക്കുന്ന രൂപം. നമ്മൾ അതിഥികളൊക്കെ വരുമ്പോൾ പൊതുവെ സംസാരിക്കാൻ ഈ രീതി അവലംബിക്കാറുണ്ട്. അത് പ്രത്യേകം മുത്തുമുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കണം, ദാരിദ്ര്യം വരുത്തും. നമ്മൾ സ്റ്റേണായി നിന്ന് കൊണ്ട് സംസാരിക്കുന്ന രീതിയിലേക്ക് മാറുക, ഉമ്മറപ്പടിയിൽ ഇരിക്കാതിരിക്കുക. അതുപോലെ തന്നെ ടോയ്ലറ്റിൽ നിന്ന് വുളു എടുക്കുക. പുതിയ കാലത്ത് നമ്മുടെ ബാത്റൂമുകളിലൊക്കെ പേഷ്യൻ്റ് ക്ലോസറ്റുകൾ ഉണ്ടാകും അല്ലേ, നമ്മൾ യൂറോപ്യൻ എന്ന് വിളിക്കുന്ന ആ പേഷ്യൻ്റ് ക്ലോസറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുക, അത് ക്ലോസ്ഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ വുളു എടുക്കുകയാണെങ്കിൽ ബാത്റൂമിൽ നിന്ന് വുളു എടുത്തതായിട്ടേ വരുള്ളൂ, ടോയ്ലറ്റിൽ നിന്ന് വുളു എടുത്തതായി വരില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ടോയ്ലറ്റിൽ നിന്ന് വുളു എടുക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മറ്റേ ഒരു പേഷ്യൻ്റ് അല്ലാതെ മറ്റേ നമ്മുടെ ഇന്ത്യൻ ക്ലോസറ്റ് എന്ന് പറയുന്ന ക്ലോസറ്റ് ആണ് നമ്മുടെ വീട്ടിലുള്ളതെങ്കിൽ തന്നെ ഒരു സ്റ്റെപ്പ് പോലെ നമ്മൾ കയറ്റിക്കൊണ്ടാണ് ആ ബാത്റൂമിനെ സംവിധാനിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ആകുമ്പോഴും നമ്മുടെ ബാത്റൂമും ടോയ്ലറ്റും രണ്ടും ഡിവൈഡ് ആകുന്നുണ്ട് എന്ന് ഉസ്താദുമാർ പറയാറുണ്ട്. അതുകൊണ്ട് അത് കുഴപ്പമില്ല. അതേസമയം ഒരേ ഫ്ലോറിൽ അത് നമ്മൾ ക്ലോസ്ഡ് ചെയ്യാത്ത രൂപത്തിലൊക്കെ ആകുമ്പോൾ അത് ടോയ്ലറ്റായി പരിഗണിക്കും. അവിടെ നിന്ന് നമ്മൾ വുളു എടുക്കരുത്, അത് ദാരിദ്ര്യം നമുക്കുണ്ടാക്കും. പിന്നെ പറയുന്നത്, ശരീരത്തിൽ വസ്ത്രം ധരിച്ചിരിക്കെ നമ്മൾ തുന്നുക എന്ന പ്രവർത്തനം പാടില്ല.
അതുപോലെ തന്നെ വസ്ത്രം കൊണ്ട് തന്നെ നമ്മുടെ ശരീരം തുടക്കുക. മുഖത്തെ നമ്മുടെ വസ്ത്രം കൊണ്ട് തന്നെ തുടക്കാം. ഒന്നെങ്കിൽ ഇങ്ങനെ തുടക്കാം. നമ്മൾ കളിക്കുമ്പോഴൊക്കെ ജേഴ്സികളൊക്കെ കുട്ടികൾ അങ്ങനെ തുടക്കുന്നത് കാണാം, പണിക്കാർ തുടക്കുന്നത് കാണാം, ചില ആളുകൾ മുണ്ട് പൊക്കിയിട്ട് ഇങ്ങനെ മുഖം തുടക്കുന്നത് കാണാം, ഉമ്മമാർ അതുപോലെ തന്നെ തട്ടം തുടക്കുന്നത് കാണാം. ഇതൊക്കെ നമുക്ക് ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ വീട്ടിൽ ചിലന്തി വല ഉണ്ടാവുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ഓരോ വീടിൻ്റെ മൂലകളും നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. അതൊക്കെ ബറക്കത്ത് കുറവിൻ്റെ കാരണങ്ങളാണ്, ദാരിദ്ര്യത്തെ ക്ഷണിച്ചു വരുത്തുന്ന കാരണങ്ങളാണ്. വത്തഹാവുനു ബിസ്വലാത്തി, നിസ്കാരത്തിൽ അശ്രദ്ധ ഉണ്ടാവുക. നിസ്കാരം കൊണ്ട് അശ്രദ്ധ ഉണ്ടാവുക. തോന്നുമ്പോൾ നിസ്കരിക്കും, ചിലപ്പോൾ നിസ്കാരമില്ല, ബാങ്ക് കൊടുത്താൽ തന്നെ നിസ്കരിക്കണമെന്ന ബോധമില്ല. ഈ രൂപത്തിലൊക്കെ പോകുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ പ്രത്യേകം മുത്തുമുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബറക്കത്തുണ്ടാവില്ല, ലഭിച്ചേക്കാം പലതും, അതൊന്നും നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു ഗതി, ആ ഒരു പുരോഗതിയിലേക്ക് നിങ്ങൾ എത്തില്ല എന്നുള്ളതാണ്. പിന്നെ പറയുന്നത് സുബ്ഹി നിസ്കാരത്തിനു ശേഷം പള്ളിയിൽ നിന്നും ഉടനെ പുറത്തേക്ക് പോകുന്ന ഒരു രീതി. സുബ്ഹി നിസ്കരിച്ചാൽ പിന്നെ അയാൾക്ക് തീരെ തിരക്കാണ്, ജോലിക്ക് പോകുന്നതല്ല വിഷയം. അതല്ലാതെ പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്ന രൂപങ്ങൾ ഉണ്ടെങ്കിൽ ബറക്കത്ത് അത് കുറയ്ക്കും എന്ന് തന്നെയാണ്. വൽ ഇബ്തികാറു അല സൂഖി, പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങാടിയിലേക്ക് നേരത്തെ തന്നെ രാവിലെ തന്നെ എത്തുക, അതൊരു പ്രോത്സാഹനീയമായ കാര്യമേ അല്ല. നിങ്ങളുടെ ബറക്കത്ത് അത് കുറയ്ക്കും. അതുപോലെ തന്നെ അങ്ങാടിയോട് രാത്രി ഏറ്റവും അവസാനം സലാം പറയുന്ന ചില വിദ്വാൻമാരുണ്ട്. ഏറ്റവും അവസാനം അങ്ങാടിയിൽ നിന്ന് നേരം വൈകി വരുന്ന ആളുകളുണ്ട്. അവർക്ക് ബറക്കത്ത് ഉണ്ടാവില്ല എന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നു. വൽ ഇബ്താഉ ഫി റുജൂഇ മിൻഹു, അങ്ങാടിയിൽ നിന്ന് മടങ്ങൽ ഏറ്റവും പതുക്കെയാക്കുക. ലൈറ്റ് നൈറ്റുകൾ നമ്മൾ അങ്ങാടികളിൽ ചിലവഴിക്കരുത്, വീടുകളിലാണ് അത് ഉത്തമം എന്നാണ് ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നത്. പിന്നെ മാതാപിതാക്കൾ മക്കൾക്കെതിരിൽ മോശമായ പ്രാർത്ഥന, പണ്ടാരപ്പഹയ എന്നൊക്കെ പറയുമ്പോൾ ആ ശാപപ്രാർത്ഥന ഏൽക്കും മക്കൾക്ക്, കൂടെ മാതാപിതാക്കളാകുന്ന നിങ്ങൾക്ക് തന്നെ ദാരിദ്ര്യം ഉണ്ടാവുകയും ചെയ്യും. പിന്നെ പറയുന്നത് നമ്മുടെ പാത്രങ്ങളെ, നാം ഉപയോഗിക്കുന്ന പാത്രങ്ങൾ മൂടി വെക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ശ്വാസം കൊണ്ട്, അതായത് നമ്മൾ ഊതിക്കെടുത്തുന്ന രൂപം, നമ്മുടെ വിളക്കുകളെ, പുതിയ കാലത്ത് നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നൊക്കെ പറയുമ്പോൾ ക്യാൻഡിൽസുകളൊക്കെ നമ്മൾ എന്താക്കാറുണ്ട്, ഊതിക്കെടുത്താറുണ്ട്, മെഴുകുതിരി. ഇതൊക്കെ പ്രശ്നം തന്നെയാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബറക്കത്ത് കുറയ്ക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നാം ഇത്രയും നേരം ശ്രവിച്ച മുഴുവൻ കാര്യങ്ങളെയും വീണ്ടും ഒരു പുനരാവർത്തി നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി ബറക്കത്തുള്ള ജീവിതത്തിലേക്ക് നാം കടന്നു വരണം. നാഥൻ തുണക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.